ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡോണറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് ഓവണൊന്നുമില്ലാതെ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഡോണറ്റാണ്. എല്ലാവർക്കും തന്നെ ഡോണറ്റ് ഒത്തിരി ഇഷ്ടമായിരിക്കും അല്ലേ, പ്രത്യേകിച്ച് മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ. അപ്പോൾ നമുക്കിന്ന് എളുപ്പത്തിൽ എങ്ങനെയാണ് ഡോണറ്റ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഡോണറ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു ഇളം ചൂടുള്ള പാലെടുക്കുക. കുറച്ച് ചൂട് വേണം കേട്ടോ. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1.5 ടീസ്പൂൺ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ ഞാനിപ്പോൾ പാലിൽ ചേർത്തിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് അടച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു ബൗളിലേക്ക് 2 കപ്പ് മൈദയാണ് ചേർക്കുന്നത്. അപ്പോൾ മൈദ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ആ ഒരു ഈസ്റ്റ് ഉണ്ടല്ലോ, അതൊരു 15 മിനിറ്റ് ഒന്ന് മാറ്റി നോക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ ഈസ്റ്റൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെ പൊങ്ങി വന്നിട്ടുള്ള നല്ല ഈസ്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ ഡോണറ്റ് നന്നായിട്ട് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഇളം ചൂടുള്ള പാലിൽ ചേർക്കുന്നത്. ഇനി നമുക്കിത് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ മൈദയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള മുട്ടയുണ്ടല്ലോ, ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള, അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി വെള്ളമോ വേറൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓയിലിന് പകരമായിട്ട് ബട്ടർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് വരുന്നവരെ കുഴച്ചിട്ടെടുക്കുക. ഇപ്പം നമ്മുടെ മാവ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ മാവിൻ്റെ മുകളിലും സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കുക. അതിനുശേഷം നമ്മളിതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഒരു നനഞ്ഞ തുണി വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് 2 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കുക. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് കണ്ടില്ലേ, നേരത്തെ ഉണ്ടായതിൻ്റെ ഡബിളായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് മാവ് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ആയിരിക്കും നമ്മുടെ മാവ് ഉണ്ടാവുക. ഇനി പതുക്കെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുക. ഇപ്പം നല്ല പഞ്ഞി പോലത്തെ മാവായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതാ ഒന്നുകൂടെ ഒന്ന് കുഴച്ചിട്ട് നമുക്കിനി ഇത് പരത്തിയിട്ടെടുക്കാം. നല്ല സോഫ്റ്റായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. അപ്പോൾ ഇങ്ങനെ കിട്ടിയാൽ മാത്രമേ നമ്മുടെ ഡോണറ്റ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് കുറച്ച് പൊടിയൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് കനം കുറച്ച് പരത്തരുത്, കുറച്ചൊരു കട്ടി വേണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഈ ഒരു രീതിയിൽ ഇപ്പോൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഡോണറ്റിൻ്റെ ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് റൗണ്ടായിട്ടുള്ള എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. കട്ടർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ നമ്മുടെ പുട്ടിനൊക്കെ മൂടുന്ന ആ ഒരു മൂടി വെച്ചിട്ട് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ എല്ലാം വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ നടുക്കൊരു ചെറിയ ഹോള് വരാൻ വേണ്ടിയിട്ട് അതിലും ചെറിയൊരു അടപ്പ് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതാ നമ്മുടെ ഡോണറ്റിൻ്റെ ഷേപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കട്ടി വേണം കേട്ടോ നമ്മുടെ ഡോണറ്റിന്. അപ്പോൾ ബാക്കി നമുക്ക് ഈ ഒരു മാവ് വീണ്ടും നമുക്കിതുപോലെ തന്നെ പരത്തിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഡോണറ്റൊക്കെ ഇതുപോലെ വെച്ച ശേഷം ഒരു 15 മിനിറ്റ് ഇതൊന്ന് അടച്ചിട്ട് മാറ്റി വെക്കുക കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് പൊങ്ങി വരും. അപ്പോൾ അതാ എണ്ണ നന്നായി ചൂടായ ശേഷം നമുക്ക് ഓരോ ഡോണറ്റായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് എണ്ണയിലിട്ട് കഴിയുമ്പോൾ തന്നെ പൊങ്ങി വരും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഒരുപാട് തീ കൂടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളർ മാറിപ്പോവും, പിന്നെ ഉള്ളിൽ വേവില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ എല്ലാ ഡോണറ്റും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു മാറ്റിയ പോർഷൻ ഉണ്ടല്ലോ, അതും ഞാൻ ഫ്രൈ ചെയ്തെടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതാ നല്ല സോഫ്റ്റായിട്ടാണ് ഉള്ളത്, കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ ഡോണറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിനി നമുക്ക് ചോക്ലേറ്റിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. വൈറ്റ് ചോക്ലേറ്റോ ഡാർക്ക് ചോക്ലേറ്റോ. ചോക്ലേറ്റ് ഇതുപോലെ ജസ്റ്റ് മെൽറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഓരോ ഡോണറ്റായിട്ട് ഇതുപോലെ ഒന്ന് മുക്കിയിട്ടെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ മുക്കിയിട്ടെടുക്കാം. ഞാനിപ്പോൾ ഒരു സൈഡ് മാത്രമേ മുക്കിയിട്ടെടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം കേട്ടോ. ഞാൻ നമ്മുടെ ബാക്കി ഡോണറ്റ്സ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? എല്ലാം നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ ചോക്ലേറ്റിൽ മുക്കിയിട്ടെടുക്കാം, അല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ട് മുകളിൽ ഇങ്ങനെ തൂവിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു ഡാർക്ക് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുത്തതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. കുറച്ചെണ്ണം ഇതുപോലെ വൈറ്റിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതാ നമ്മുടെ ഡോണറ്റ് എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്രിങ്കിൾസോ അല്ലെങ്കിൽ ഷുഗർ ബോൾസൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അതുപോലെ വൈറ്റ് ചോക്ലേറ്റിൽ പല കളേഴ്സൊക്കെ ചേർക്കുകയാണെങ്കിൽ ആ കളറിലൊക്കെ നമുക്ക് ഡോണറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഭംഗിയൊക്കെ ആയിരിക്കും. ഞാനിപ്പോൾ സിമ്പിളായിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തുകൂടെ കാണിച്ചു തരാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോണറ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഈ ഒരു ഡോണറ്റ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇഷ്ടമാവും ആ ഒരു മധുരമൊക്കെ ആയിട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അതുപോലെ ട്രൈ ചെയ്തിട്ട് ആ ഒരു ഫോട്ടോസൊക്കെ മെയിൽ ചെയ്ത് തരിക. അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്